ഇനി മുതൽ ഇന്ത്യക്കാർക്ക് യുഎഇയുടെ ഓൺ അറൈവൽ വിസ ലഭിക്കാൻ ആദ്യം ഓൺലൈനിൽ അപേക്ഷിക്കണമെന്ന താമസ കുടിയേറ്റ വകുപ്പ്. അമേരിക്കൻ ഗ്രീൻ വിസയും യുകെ റെസിഡൻസ് വിസയുള്ളവർക്കും ഇത് ബാധകമായിരിക്കും. അതേസമയം യുഎഇയിൽ സന്ദർശക വിസയിൽ എത്തുന്നവർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ എയർലൈനുകൾ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഇനി മുതൽ ഇന്ത്യക്കാർക്ക് യുഎഇയുടെ ഓൺ അറൈവൽ വിസ ലഭിക്കണമെങ്കിൽ ഓൺലൈനായി ആദ്യം അപേക്ഷ സമർപ്പിക്കണം. നേരത്തെ അമേരിക്കൻ ഗ്രീൻ വിസയും യുകെ റെസിഡൻസ് വിസയും ഉള്ള അർഹരായ ഇന്ത്യക്കാർക്ക് വിമാനത്താവളങ്ങളിൽ നിന്ന് വിസ ഓൺ അറൈവൽ അനുവദിച്ചിരുന്നു. എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് തന്നെ സ്റ്റാമ്പ് ചെയ്ത് നൽകിയായിരുന്നു പതിവ്. അതിനാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പാസ്പോർട്ട്, യാത്രാരേഖകൾ, അമേരിക്കയിലെ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ റെസിഡൻസ് വിസ, ഫോട്ടോ എന്നിവ സഹിതമാണ് GDRFAയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടത്. ഇതിന് 253 ദിർഹം ഫീസായി നൽകണം. മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ 48 മണിക്കൂറിനകം വിസ ഇമെയിൽ വഴി ലഭിക്കും. പാസ്പോർട്ടിന്റെ കാലാവധി 6 മാസത്തിൽ കുറവല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും GDRFA വ്യക്തമാക്കി. 14 ദിവസത്തേക്കുള്ള സന്ദർശക വിസയാണ് അനുവദിക്കുക. വിസ കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടാം. ഇത് ഒറ്റത്തവണത്തേക്ക് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് GDRFA അധികൃതർ അറിയിച്ചു. അതേസമയം യുഎഇയിൽ സന്ദർശന വിസയിലെത്തുന്നവർ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് യാത്ര സുഗമമാക്കാൻ സഹായിക്കും. എയർലൈനുകൾ പരിശോധന കർശനമാക്കിയ പശ്ചാത്തലത്തിലാണിത്. യാത്രാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ യുഎഇയിലേക്ക് വരാൻ വിമാനത്താവളങ്ങളിലെത്തിയ പലരുടെയും യാത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയിരുന്നു. ജനം, ദുബായ്.